പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലായിട്ട് പുത്തനത്താണി ടു തിരൂർ റോഡ്. അപ്പോൾ പുത്തനത്താണിയിൽ നിന്നും തിരൂരിലേക്ക് പോകുന്ന റോഡിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൻ്റെ ഒരു ഏരിയ തുടക്കം കുറിക്കുന്നത് പുത്തനത്താണിയാണ് ഒരു അതിരെങ്കിൽ, അതുപോലെ തന്നെ മറ്റൊരു അതിരാണ് കടുങ്ങാത്തുകുണ്ട് ടൗൺ. കടുങ്ങാത്തുകുണ്ട് ടൗൺ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിന് മുമ്പായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പരിസരം ശുചീകരിച്ച് നിലനിർത്തേണ്ടതുണ്ട് എന്ന ഒരു ആവശ്യകത, അതല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. പരിസരം എപ്പോഴും വൃത്തിയായിട്ട് ശുചീകരിച്ച് നിർത്തേണ്ടതുണ്ട്, അതിൽ നമ്മൾ മാതൃകയാകേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാഴ്ചകളും ഇത്തരം വാർത്തകളൊക്കെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അതൊക്കെ മറ്റുള്ളവർ പ്രചോദനമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവരും അത്തരം പ്രവർത്തനങ്ങളിൽ കടന്നു വരട്ടെ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വീഡിയോകളൊക്കെ ഞാനും മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്തരം ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിലകൊള്ളുന്ന, നമ്മൾ വസിക്കുന്ന പരിസര പ്രദേശങ്ങളെല്ലാം അത് നമ്മുടെ വീട് പോലെ തന്നെ നമ്മുടെ പരിസരങ്ങളും നമ്മുടെ ടൗണുകളൊക്കെ ഇതുപോലെ ശുചീകരിക്കാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരികയാണെങ്കിൽ നല്ലൊരു ശതമാനം പല വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലം ആരംഭിക്കാൻ ഒരുപാട് പകർച്ചവ്യാധികളൊക്കെ പകർന്ന് പിടിക്കാൻ ചാൻസ് ഉള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രധാനമായിട്ടൊരു ഘടകമാണ് ഈ പരിസരം ഇങ്ങനെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന പരിസരം എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടാണ് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സബാഹും, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സാബിറ ഇടത്തടത്തിൽ, അതുപോലെ തന്നെ ട്രോമാ കെയർ വോളണ്ടിയേഴ്സ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ ഹരിതകർമ്മ സേന, അതുപോലെ ക്ലബ്ബ് ഭാരവാഹികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകൾ, വലിയൊരു ജനാവലി തന്നെ ഇവിടുന്ന് അവർ ക്ലീനിങ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളുടെ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇത്തരം വാർത്തകളും ജനങ്ങളിലേക്ക് എത്തേണ്ടത്. ഒത്തിരി വാർത്തകൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലെയൊക്കെയുള്ള നല്ല സന്ദേശങ്ങളും ജനങ്ങൾ കാണട്ടെ എന്ന ഒരഭിപ്രായമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ആയിട്ട് മാന്യ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കടന്നു വന്നുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശം പ്രതീക്ഷിച്ചുകൊണ്ട് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു ഏകദേശം 2 ആഴ്ച മുമ്പ് തുടക്കം കുറിച്ച മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർഡ് തലങ്ങളിലൊക്കെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് പുത്തനത്താണി മുതൽ കൽപ്പകഞ്ചേരി വരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഞങ്ങളോട് സഹകരിച്ച ഹരിതകർമ്മസേനാംഗങ്ങൾ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, നമ്മളെ ട്രോമാ കെയറിൻ്റെ ഇസ്മായിലാക്കാൻ്റെ നേതൃത്വത്തിലുള്ള ട്രോമാ കെയർ അംഗങ്ങൾ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം കടന്നു വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വന്ന ഏരിയയിലൊക്കെ ഒരുപാട് പുല്ലൊക്കെ കൂടി നിന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും ഭാവിയിൽ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭരണസമിതി ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ക്ലീൻ കൽപ്പകഞ്ചേരി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആശയം. അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യും. കൂട്ടിച്ചേർക്കാനുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ മാലിന്യങ്ങൾ പുറത്തേക്കിടുന്നൊരു സാഹചര്യമുണ്ട്. കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറത്തേക്കിടുന്നൊരു സാഹചര്യമാണ്. അവർക്കെതിരെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി ഓൾറെഡി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇനി അവരതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കടകൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാം. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ബാക്കിയായിക്കൊണ്ട്, നേരത്തെ നമ്മൾ കടുങ്ങാത്തുകൊണ്ട് അങ്ങാടി ഏകദേശം മാമ്പറ വരെ ചെയ്തു. ഇനി നമ്മൾ പുത്തനത്താണി മുതൽ കല്ലിങ്ങൽ വരെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഒരുപാട് കല്യാണങ്ങളും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന് നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങൾ, NRGSന്റെ തൊഴിലാളികൾ, അതേപോലെ ട്രോമാ കെയറിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, എല്ലാവരെയും ക്ലബിൻ്റെ പ്രവർത്തകർ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ അഭിവാദ്യം ചെയ്യാണ്. ഏറെ സന്തോഷത്തോടെയും അതേപോലെ നാടിൻ്റെ നമ്മളെ കൽപ്പകഞ്ചേരിയുടെ ക്ലീനിങ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരൊക്കെ ഇന്നത്തെ ഈ ഒരു പ്രവർത്തനത്തിന് നമ്മളെ കൂടെ നിന്നിട്ടുള്ളത്. ഏതായാലും ഇത് നല്ലൊരു എല്ലാവർക്കും നല്ല ഉപകാരമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. നന്ദി. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ക്ലീൻ കൽപ്പകഞ്ചേരി പ്രോഗ്രാമിന്റെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡ് തലങ്ങളിലൊക്കെ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു ഘട്ടം എന്നുള്ള രീതിയിൽ കൽപ്പകഞ്ചേരിയിലൂടെ കടന്നു പോകുന്ന പ്രധാന റോഡായ പുത്തനത്താണി തിരൂർ റോഡിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളിലാണ് എല്ലാവരും ഏർപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പരിസരം ശുചീകരിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ ഒരു രീതിയിലേക്ക് കൽപ്പകഞ്ചേരിയെ ക്ലീനാക്കി നിർത്തുക എന്നുള്ള ഭരണസമിതിയുടെ ആ ഒരു
താല്പര്യത്തിന് കൂടെ ഒപ്പം നിന്ന നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ തന്നെ ട്രോമാ കെയർ, നമ്മുടെ ഹരിതകർമ്മസേന, സന്നദ്ധ പ്രവർത്തകർ, ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരോടും അഭിവാദ്യം ചെയ്യുകയാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ആളുകളും അവനവൻ്റെ വീടും പരിസരങ്ങളും ഇതൊരു പ്രചോദനമായി കണ്ട് അവരവരുടെ വീടും പരിസരങ്ങളും ശുചീകരിക്കാൻ തയ്യാറാകണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു. കൽപ്പഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം ഇന്ന് കൽപ്പഞ്ചേരി കടങ്ങാട്ടുകുന്ന് മുതൽ പുത്തനത്താണി വരെയുള്ള റോഡിൻ്റെ ഇരുവശം ക്ലീൻ ചെയ്യുകയും വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഷൈൻ ബോർഡുകളെല്ലാം ക്ലീൻ ചെയ്ത് ഇന്ന് ഈ സംരംഭത്തിൽ പങ്കെടുത്തിട്ടുള്ള കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൻ്റെ കൽപ്പഞ്ചേരി സ്റ്റേഷൻ യൂണിറ്റ് ഭാരവാഹികൾ എല്ലാവരും പങ്കെടുത്തുള്ള ഈ ക്ലീൻ കൽപ്പകഞ്ചേരിയുള്ള ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർന്നിരിക്കുന്നു. ഇതിൻ്റെ ഏകദേശം പകുതിയോളം എത്തിക്കണം. ഇനി കുറച്ച് ഭാഗം കൂടി ഞങ്ങൾക്ക് കവർ ചെയ്യാറുണ്ട്. പ്രിയമുള്ളവരെ, വീഡിയോ ചുരുക്കുകയാണ്. ഇത്തരം കാഴ്ചകളൊക്കെ സമൂഹത്തിലേക്ക് കൂടുതൽ പ്രചരിപ്പിക്കപ്പെടണം എന്നൊരു തിരിച്ചറിവാണ് ഈ വീഡിയോക്ക് പ്രചോദനം. ഞാൻ തുടക്കത്തിൽ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തിപരമായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതൊക്കെ സമൂഹത്തിൽ പ്രചരിക്കേണ്ടതാണ്. ഇത്തരം സമീപനങ്ങളിലേക്ക് നമ്മളൊക്കെ കടന്നു വരേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ഒരു ലൈക്ക് സമ്മാനമായി നൽകുക. വീഡിയോക്ക് ലൈക്ക് നൽകുന്നതോടുകൂടെ യൂട്യൂബ് ഈ വീഡിയോ കൂടുതലായിട്ട് മറ്റുള്ളവരുടെ ഇടയിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ അതൊരു കാരണമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കാൻ മറന്നു പോകരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം തന്നെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. എല്ലാവരും വിശ്രമത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ്. ആ സമയമാണ് പൊതുസമൂഹത്തിന് വേണ്ടി ഇവർ ചെലവഴിക്കുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.